സമയം ഇഴഞ്ഞു നീങ്ങി. വിച്ചു എല്ലാവർക്കും ചായയും പലഹാരവും വാങ്ങി വന്നു. ഈ ചായ വന്നിട്ട് ഞാൻ കുടിക്കാം. ചന്ദന കുഞ്ഞിനെ എടുത്തിരിക്കുകയാണ്. കുറെ കഴിഞ്ഞാണ് അലോഷി എത്തിയത്. ചായ കൊടുത്തു ചന്ദന അത് വാങ്ങി കുടിച്ചു അവൻ. ചന്ദന, അതിലൊരു കവറിൽ സ്വീറ്റ്സ് ഉണ്ട്, ലേബർ റൂമിൽ കൊടുക്കണം, പിന്നെ എല്ലാവർക്കും കൊടുക്ക്, ആലോഷി പറഞ്ഞു. ചന്ദന എടുത്ത് എല്ലാവർക്കും കൊടുത്തു. കുഞ്ഞ് കരയാൻ തുടങ്ങി. മോളെ, ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി പാല് കൊടുത്തിട്ട് വരാം, ചിറ്റ പറഞ്ഞു. വേണ്ട ചിറ്റേ, ഇവിടെ ഇരിക്ക്, ഞാൻ കൊണ്ടുപോയി വരാം, പറഞ്ഞിട്ട് കുഞ്ഞിനെ വാങ്ങിയെടുത്തു ചന്ദന. ഞാനും വരാം. പെട്ടെന്ന് ചായ കുടിച്ച് ഗ്ലാസ് വെച്ച് ആലോഷി പറഞ്ഞു. കുഞ്ഞിനെ പാൽ കൊടുക്കാൻ കൊണ്ടുപോയത് ചേച്ചിയെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ചന്ദനയ്ക്ക്. ചേച്ചിയും മനീത്തിയും നേരിൽ കണ്ടപ്പോൾ ഇരുവർക്കും കരച്ചിൽ വന്നു. കുഞ്ഞിനെ ചേച്ചിയുടെ അരികിൽ കിടത്തി ചന്ദന ചേച്ചിയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. മോളെ, നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ബാക്കി പറയുന്നത് വിക്കി ചേച്ചി. അതെ ചേച്ചി, എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ എനിക്ക് കിട്ടി. എൻ്റെ ചേച്ചി ഒരുപാട് അനുഭവിച്ചതുകൊണ്ടാകും എനിക്ക് നിരമുഖം തിരിക്കാൻ ഈശ്വരന് കഴിയാതെ പോയത്. മോളെ, ആലോഷി നല്ലവനാണ്. എൻ്റെ മോള് അവനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. നിൻ്റെ എല്ലാ കുറവുകളും അറിഞ്ഞാണ് നിന്നെ അവൻ സ്നേഹിച്ചത്. ആ കരുതലും സ്നേഹവും എൻ്റെ മോൾ നഷ്ടപ്പെടുത്തരുത്. ഒരിക്കലും നിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കാൻ നിൽക്കരുത്. അവരുടെ വീട്ടുകാർ എന്തോ ആകട്ടെ, എൻ്റെ മോൾ അതൊന്നും കാര്യമാക്കരുത്. ഇപ്പോൾ തന്നെ എത്രയോ കാര്യങ്ങൾ ഉപേക്ഷിച്ചാണ് ഇവിടെ കാത്തു കിടക്കുന്നത്. ഇത്രയും തിരക്കുള്ള ആൾ എല്ലാം നിന്നോടുള്ള താല്പര്യം കൊണ്ടാണ്. ആ സ്നേഹം എൻ്റെ മോൾ അറിയണം. എന്നോട് എല്ലാം പറഞ്ഞു അലോഷി. അവിടുത്തെ സാഹചര്യമെല്ലാം ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല എന്നും എനിക്കറിയാം. ചേച്ചി പറഞ്ഞു കേട്ട് ചന്ദന തറഞ്ഞു നിന്നു. അതെ, ഇവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ. പിന്നെ കാര്യമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മിണ്ടാതെ നിന്നതാ, ഒരു സിസ്റ്റർ വന്ന് ചിരിയോടെ പറഞ്ഞു. ചന്ദന കുഞ്ഞിനെടുത്ത് പുറത്തേക്കിറങ്ങി. ആലോഷി കസറയിൽ ചാരി കണ്ണുകളടച്ചിരിക്കുകയാണ്. ഇച്ചാ, ചന്ദന പതിയെ വിളിച്ചു. പോകാം, ആലോഷി എഴുന്നേറ്റു. ഇരുവരും റൂമിലേക്ക് നടന്നു. കുഞ്ഞിനെ ബെഡിൽ കിടത്തി. കുഞ്ഞ് ബെഡ് വാങ്ങിയ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ സമയം ഇഴഞ്ഞു നീങ്ങി. വൈകിട്ട് നന്ദനയെ റൂമിലേക്ക് മാറ്റി. ആദ്യത്തെ പ്രസവമാണെങ്കിലും നന്ദന സ്വയം നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. താങ്ങാൻ ആളുണ്ടെങ്കിലേ തളർച്ചയുണ്ടാക്കൂ എന്ന് നന്ദന ഇതിനോടൊക്കെ മനസ്സിലാക്കിയിരുന്നു. അമ്മയെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആരും സഹായമുണ്ടാകില്ല എന്ന് കരുതിയിരുന്നവരായിരുന്നു അവർ. അമ്മായി തൻ്റെ സഹായത്തിന് വന്നപ്പോൾ എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. രാത്രി ഭക്ഷണം വാങ്ങി എല്ലാവർക്കും കൊടുത്തു അലോഷി. മോനെ, നീ ഇവരെ കൂട്ടി വീട്ടിൽ പോയിക്കോ. ഇവർക്ക് നാളെ എറണാകുളത്തിന് പോകണം. ഇവിടെ ഉറക്കമില്ലാതെ ഇരുന്നിട്ട് എന്ത് കാര്യം? വണ്ടി ഓടിക്കാനുള്ളതല്ലേ, ചിറ്റ പറഞ്ഞു. ആലോഷിക്ക് വീട്ടിൽ പോയി കിടന്നാൽ മതി എന്ന നിലയിലായിരുന്നു. പ്രസവം അതിത് സ്ത്രീകൾ ചെയ്യേണ്ടതാണ്, ഒരു കാവൽ പോലെ. താൻ ശരിക്കും ബോറടിച്ചു തുടങ്ങിയിരുന്നു അവന്. ചിറ്റേ, നാളെ പോയിട്ട് ഞാൻ മറ്റന്നാൾ വരുള്ളൂ. നാളെ അവിടെ ജോലി കഴിയുമ്പോൾ നേരം ഒത്തിരിയാകും. രാത്രി വണ്ടി ഓടിക്കാൻ കൂടി ചെയ്താൽ ആകെ ക്ഷീണമാകും ഈ ചയന്. ചന്ദന പറയുന്നത് കേട്ടപ്പോൾ സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അലോഷിക്ക്. അവനെന്ന് ഏറി കണ്ടിട്ട് നോക്കി ചന്ദന. അവൻ്റെ ചെമ്പൻ കണ്ണുകളിൽ കുസൃതി മിന്നി മറിഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി അവർ. വിച്ച് പറഞ്ഞ വഴികളിലൂടെ വണ്ടി നീങ്ങി. അഗ്രഹാരത്തിൻ്റെ വഴിയിലേക്ക് വണ്ടി പോകില്ല. വിച്ചിറങ്ങി മെയിൻ റോഡിന് എതിരെ ഒരു വീട്ടിൽ കയറി സംസാരിച്ചു. അയാൾ ചിരിച്ചുകൊണ്ട് ഗേറ്റ് തുറന്നു. അളിയ, വണ്ടി ഇവിടെ ഇടാം, വിച്ചു പറഞ്ഞു. ആലോഷി വണ്ടി അവിടെ കയറ്റിയിട്ടു. ചന്ദന ഇരുവരുടെയും ബാഗ് എടുത്തിറങ്ങി. ലാപ്ടോപ്പ് ആലോഷി വാങ്ങി പിടിച്ചു. അഗ്രഹാരത്തിലേക്ക് നടന്നു അവർ. ഇരുവശവും ഒരേപോലുള്ള വീടുകൾ. അധികം ഉയരമില്ല വീടുകൾക്ക്. എല്ലാ വീടിനും മുന്നിലും കോലം വരച്ചിട്ടുണ്ട്. തെളിഞ്ഞു കത്തുന്ന ദീപങ്ങൾ. അലോഷിയെല്ലാം നോക്കിക്കണ്ടു. അതൊരു പുതിയ അനുഭവമായിരുന്നു അവന്. അവൻ്റെ മനസ്സ് നിറഞ്ഞു. എന്താമ്മാ, സൗഖ്യമാ? അശരീരി പോലെ സൗണ്ട് കേട്ടിടത്തേക്ക് നോക്കി അലോഷി. ആമ പാട്ടി, ചന്ദന പറഞ്ഞുകൊണ്ട് നടന്നു. ഓരോ വീടുകളിൽ നിന്നും ചിലർ പുറത്തേക്ക് തല നീട്ടി നോക്കുന്നുണ്ട്. അമ്മയെപ്പോലെ തന്നെ മോളും ചാടിപ്പോയി, അതും നസ്രാണി കൂട്ടത്തിൽ കൂടെ. അമ്മയുടെ പഠിപ്പ് തന്നെ. എതിരെ വന്ന പുരുഷ കേസരി പറഞ്ഞു കേട്ടപ്പോൾ അലോഷി ദേഷ്യം കൊണ്ട് ചുവന്നു. മാമ, എന്നെ മാമ, എല്ലാമേ തിരിഞ്ഞു പോട്ടിട്ടും ഉങ്ങൾ ഇപ്പടി സൊല്ലക്കൂടാതെ, ചന്ദന പറഞ്ഞു. ഞാൻ ശരിക്ക് ചൊല്ലിക്കൊടുക്കാം, അലോഷി മുഷ്ടി ചുരുട്ടി. വേണ്ടിച്ച, ചന്ദന പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. ഇനിയും കുറെ പോണോ? അവൻ്റെ സ്വരം ഉയർന്നു. ഇല്ല, ദാ എതിരുള്ള വീട് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന. വാളിയ, വിച്ചു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആലോഷി നോക്കി. ഒരു കുഞ്ഞു വീട്, മരത്തിൻ്റെ അഴിയിട്ട വീടാണ്. ഒന്ന് കുനിഞ്ഞു കയറണം, തല തട്ടും, ചന്ദന ഓർമ്മപ്പെടുത്തി. കുഞ്ഞുമ്മർത്തേക്ക് കയറിയപ്പോൾ ധാവണിയിൽ കൈ തുടച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഓടി വന്നു. ചേച്ചി എന്നും വിളിച്ചുകൊണ്ട്. മോളെ,
മെലിഞ്ഞ് നീണ്ട ഒരു രൂപം, വെളുത്ത നിറമാണ്. ചന്ദനയുടെ 7 അയലത്ത് വരില്ല. ആലോഷി ആക്കി നിന്ന് നോക്കി. കുഞ്ഞുമറം കഴിഞ്ഞാൽ ഒരു ഹാളാണ്. അതിന് ഇരുവശവും 3 റൂമിൻ്റെ വാതിലുകളുണ്ട്. ഒരു മുറിയിൽ നിന്നും ആയുർവേദ മരുന്നിൻ്റെ പ്രത്യേക ഗന്ധം വരുന്നുണ്ട്. അതിലാകം ചിറ്റപ്പൻ അവൻ ഓർത്തു. അമ്മ വിളിച്ച് പറഞ്ഞിരുന്നു, ഞാൻ റൂമൊക്കെ അടിച്ച് തുടച്ചിട്ട് ചേച്ചി വാ. അവൾ കൈ പിടിച്ചു. വരാം മോളെ. എൻ്റെ ചിറ്റപ്പൻ കാണട്ടെ ആദ്യം എൻ്റെ കെട്ടിയവനെ. ചന്ദന കുഞ്ഞു കുറുമ്പോടെ ആലോഷിയെ നോക്കി. വാ. ബാഗ് കസേരയിൽ വെച്ചുകൊണ്ട് ചന്ദന അവൻ്റെ കയ്യിൽ അധികാരത്തോടെ പിടിച്ചുകൊണ്ട് കുഞ്ഞുമോരുടെ വാതിൽ തുറന്നു. മോളെ. അകത്തെ കട്ടിൽ തല ഉയർത്തി വെച്ച് ചാരിക്കിടന്നുകൊണ്ട് ചിറ്റപ്പൻ വിളിച്ചു. ഒരു കട്ടിലും ഒരു കുഞ്ഞു തടിമേശയും ആകെയുള്ള ഫർണിച്ചർ റൂമിൽ. ആലോഷി നോക്കി ചുറ്റും. മോനെ, കേട്ട് കുറെ അറിഞ്ഞിരിക്കുന്നു. ഇതുപോലെ ഒരു പുണ്യം ചെയ്യാൻ തോന്നിയാലോ ഈശ്വരൻ അനുഗ്രഹിക്കും. കൈകൂപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ. എന്താ ഇത്? ഇവരെ പോലെ എന്നെയും കാണും. ഞാനെല്ലാം ഡോക്ടറോട് സംസാരിച്ചു. നടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകാനുള്ള കാര്യം ശരിയാക്കിയാൽ മാത്രം മതി. ഞാൻ പറഞ്ഞപ്പോൾ ചിറ്റ പറഞ്ഞത് നന്ദനയുടെ ഡെലിവറി കഴിയട്ടെ എന്നാണ്. സൗകര്യം പോലെ പോയി കാണിച്ചാൽ മതി. ബിച്ചു അച്ഛനെ പ്രതീക്ഷയുടെ നോക്കി നിന്നു. ചന്ദനൊന്നും മനസ്സിലാക്കാതെ അവനെ നോക്കി. ഇതൊക്കെ എപ്പോൾ എന്ന അർത്ഥത്തിൽ. അവൾ അറിയാതെ തന്നെ അവൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു എന്നവൾക്ക് മനസ്സിലായി. മക്കൾ പോയി കുളിച്ച് എന്തെങ്കിലും കഴിച്ച് കിടക്ക്. കാലത്ത് മുതൽ ഡ്രൈവിങ്ങും ഒറ്റയിരിപ്പുമല്ലേ. പ്രിയേ, കുളിക്കാൻ ചൂടുവെള്ളം വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അച്ഛൻ പറഞ്ഞു കേട്ട് പ്രിയ മോളി. അവൾ എപ്പോഴും കണ്ണെടുക്കാതെ ആലോഷിയെ നോക്കി നിൽക്കുകയായിരുന്നു. ചേച്ചിയുടെ ഭാഗ്യം. എന്ത് ഭംഗിയാ ചേട്ടനെ കാണാൻ. വിച്ചുവിൻ്റെ കാതിൽ അടക്കം പറഞ്ഞു അവൾ. പോയി വെള്ളം എടുത്തു വെക്കടി, വിച്ചു പതിയെ പറഞ്ഞു. ഏയ്, ചൂടുവെള്ളം വേണ്ട പ്രിയ. ആലോഷി വിലക്കി. വരൂ. ചന്ദന അവനെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോയി. ചേച്ചി, ബാഗ് റൂമിൽ വെച്ചോ. അപ്പുറത്തെ റൂമിൻ്റെ വാതിൽ തുറന്ന് ചന്ദന. നല്ല ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പ്രിയ. ഒരു അലമാരയും കുഞ്ഞ് സ്റ്റഡി ടേബിളുമുണ്ട് ആ റൂമിൽ. വേറെ ഡബിൾ കോട്ട് കട്ടിലും. ആലോഷി ബാഗിലും ട്രാക്ക് സൂട്ട് എടുത്തു. ഒരു ബ്ലാക്ക് ബനിയനും ടർക്കിയും ഇന്നറും എടുത്തു. പുറത്താണ് ബാത്റൂം, ചന്ദന പറഞ്ഞു. അവളുടെ പിന്നാലെ നടന്നു അവൻ. വൃത്തിയുള്ള ബാത്റൂമായിരുന്നു. കുളിക്കാനും വേറെയും. ടോയ്ലറ്റ് അതിന് തൊട്ടപ്പുറത്ത്. സിമിൻ്റെ തൊട്ടിയിൽ വെള്ളം നിറച്ചിട്ടിട്ടുണ്ട്. ആലോഷി കുളി കഴിഞ്ഞിറങ്ങി അവർ റൂമിൽ വന്നു. ചന്ദന ധാവണിയാണ് എടുത്തത് കുളിച്ചു മാറാൻ. അത് കണ്ടിട്ടും വേണ്ടെന്ന് അവനും പറഞ്ഞില്ല. ചന്ദന കുളി കഴിഞ്ഞെത്തി. ചൂട് കഞ്ഞിയും തോരനും പപ്പടവും അച്ചാറും ചമ്മന്തിയും കൂട്ടി വയറ് നിറച്ച് കഴിച്ചു ആലോഷി. അടുത്തതും താൻ ഇത്രയും വയറ് നിറച്ച ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നോർത്തു അവൻ. വല്ലാത്തൊരു രുചിയായിരുന്നു കഞ്ഞിക്കും തോരനും ചമ്മന്തിക്കുമെല്ലാം. വിഷ്ണുപ്രിയ ചന്ദനെ പോലെയല്ല, നല്ല വയാടിയാണെന്ന് അവന് മനസ്സിലായി. എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റത്. ചിറ്റപ്പന് ആദ്യം തന്നെ ഭക്ഷണം കൊടുത്തിരുന്നു പ്രിയ. ചിറ്റപ്പനോട് പിന്നെയും കുറച്ചു നേരം സംസാരിച്ചിരുന്നു ആലോഷി. ഒക്കെ കഴുകി വെക്കുമ്പോൾ പ്രിയ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുകയായിരുന്നു. നേരം ഒരുപാടായി, കിടക്കാൻ നോക്ക്. ആളിയനും കിടന്നു. വിജയ് ശബ്ദമുയർത്തിയപ്പോൾ കുടിക്കാൻ വെള്ളവും എടുത്ത് ചന്ദന റൂമിലേക്ക് നടന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, എവിടെ കിടക്കും? ഇവർക്ക് സംശയമാകുമല്ലോ വേറെ കിടന്ന. ചന്ദന സംശയിച്ചു നിന്നു. പോയി കിടക്കേച്ചി, പ്രിയ പറഞ്ഞപ്പോൾ ചന്ദന വേഗം റൂമിൽ കയറി വാതിലടിച്ചു. അവളുടെ വെപ്രാളവും പരവേശവും കണ്ട് ഉള്ളിൽ പൊങ്ങി വന്ന ചിരി അമർത്തി കണ്ണുകൾ അടച്ചു കിടന്നു ആലോഷി. അവളെ എന്ത് ചെയ്യുമെന്നറിയാൻ ടേബിളിൽ വെള്ളം വച്ചിട്ട് ചുമരിൽ വെച്ച കൃഷ്ണ ഫോട്ടോ നോക്കി കൈകൂപ്പി പ്രാർത്ഥിച്ചു ചന്ദന. പ്രാർത്ഥന കഴിഞ്ഞ പെട്ടിൽ അവൻ്റെ കാൽക്കൽ ഇരുന്നു അവൾ. എന്താ, കിടക്കുന്നില്ലേ? അവൻ്റെ സ്വരം കേട്ട് ഞെട്ടി നോക്കി അവൾ. അത് പിന്നെ നിന്ന് വെക്കി കളിക്കാതെ ലൈറ്റ് ഓഫാക്കി കിടക്കാൻ നോക്ക്. പെട്ടെന്ന് ലൈറ്റ് ഓഫാക്കി അവൻ്റെ അരികിൽ കിടന്നു അവൾ. ഒരകലം വിട്ടുകൊണ്ട് അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടി. കണ്ണുകൾ ഇറക്കി അടച്ചു കിടന്നു ചന്ദന. ചന്ദന, ഇവിടെയുള്ളവർ പോലും എന്നെ അവരിൽ ഒരാളായി കണ്ടു കഴിഞ്ഞു. ഇനി നീയും. അവൻ്റെ സ്വരം മാർദ്രമായി അവളുടെ കാതിൽ പതിഞ്ഞു. ഇച്ചയ, എനിക്ക് അറിയില്ല, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷേ എന്തോ ഒരു ഭയം എന്നെ പൊതിയുന്നു. ഈ സ്നേഹം എനിക്ക് പറയാൻ മുഴുവനാക്കാതെ അവൻ്റെ വിരൽ അവളുടെ ചുണ്ടുകളുടെ മുകളിൽ മറതീർത്തു. എനിക്കറിയാം നീ എന്നെ പൂർണ്ണമായും എന്ന് മനസ്സിലാക്കുന്നു. അന്ന് നിന്നോട് ഞാൻ പറയും, നിന്നെ ഞാൻ തിരിച്ചറിയാൻ കാരണമായ അടയാളം. അതുവരെ ഞാൻ നീയുമായി ഇരിക്കട്ടെ. അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞ് തിരിഞ്ഞു കിടന്നു അവൻ. ചന്ദന തിരിഞ്ഞു കിടന്ന ആലോഷി നോക്കി. പിണങ്ങിക്കാണോ? വല്ലാതെ ഹൃദയം മിടിക്കണം. ഒരു പുരുഷൻ്റെ കൂടെ ഒരു രാത്രി മുഴുവൻ അവളുടെ ദേഹം വിറച്ചു. പതിയെ ചെരിഞ്ഞു കിടന്ന് അവന് പുറം തിരിഞ്ഞുകൊണ്ട് അവൾ എന്തെങ്കിലും പറയും എന്ന് വിചാരിച്ച് കാത്തിരുന്ന അവൻ്റെ ഊഹം തെറ്റി. ഈ പെണ്ണ് എന്നെ കർത്താവേ എങ്ങനെയായിപ്പോയത്? ഇത്രയ്ക്ക് സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരൻ കൂടെ കിടക്കുന്നു എന്ന ചിന്ത വല്ല ഉണ്ടോ?
അവന് ചെറുതായി ദേഷ്യം വന്നു. പതിയെ നേരെ കിടന്നു അലോഷി. അവൾ കിടക്കുന്നത് തല ചേരിച്ചൊന്ന് നോക്കി. ചെറുതായി ഉയർന്നു പൊങ്ങുന്ന അവളുടെ ശരീരം അവൻ്റെ സിരകളെ ചൂട് പിടിപ്പിച്ചു. അവളുടെ ഇറക്കി വിട്ട് ബ്ലൗസിന് പിന്നിൽ പുറത്തെ കാഴ്ച അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. കഴുത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന താലി കണ്ണിലുടക്കി അവനെ. ചന്ദന, ആലോഷി പതിയെ വിളിച്ചു. ഞെട്ടിത്തിരിഞ്ഞ് നോക്കി അവൾ. എനിക്ക് കുറച്ച് വെള്ളം. അവൻ്റെ സ്വരം പതറി. എന്താ, ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പെട്ടെന്ന് എഴുന്നേറ്റിരുന്നുകൊണ്ട് ചോദിച്ചു ചന്ദന. ഏയ് ഇല്ല, വെള്ളം വല്ലാതെ ദാഹിക്കുന്നു. അവളെ നോക്കാതെ പറഞ്ഞു അവൻ. ചന്ദന വേഗം ജഗ്ഗിൽ നിന്നും വെള്ളം ഗ്ലാസ്സിലൊഴിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തു. അവളിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ച് വീണ്ടും കിടന്നു അവൻ. എന്തേ, ഒരു ആലോചന? തലവേദനയുണ്ടോ? ചന്ദന ചോദിച്ചു. ഇല്ല, അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അവൻ. എന്നോട് ദേഷ്യമാണോ? അവളുടെ നിറഞ്ഞു മിഴി കണ്ട് ആലോഷി അവളെ തന്നെ നോക്കിയിരുന്നു. എന്നാ കാര്യത്തിന്? അവൻ തിരിച്ചു ചോദിച്ചു. അല്ല, ഞാൻ എന്ത് പറയണമെന്നറിയാതെ പരിങ്ങി അവൾ. കട്ടിൻ്റെ ഹെഡ് ബോർഡിൽ പില്ലോ എടുത്തു വെച്ച് അതിൽ ചാരിയിരുന്നു കൊണ്ട് അവൻ അവളെ നോക്കി. ചന്ദ്ര, നിന്നെ എനിക്കറിയാം. നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്നും. പക്ഷെ എന്തോ നിന്നെ എന്നിൽ നിന്നും പിന്നിലേക്ക് വലിക്കുന്നു. അവളുടെ കണ്ണുകളിൽ നോക്കി അത് പറയുമ്പോൾ അവൻ്റെ ഉള്ളം പിടഞ്ഞു. ഒരിക്കലും ഇവളെ എന്നിൽ നിന്നും അകറ്റരുതേ കർത്താവേ, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു അവൻ. ജഗൻ, ആ പിശാച് എന്നെ പലപ്പോഴും എൻ്റെ ശരീരം മോഹിച്ച്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനെപ്പോലെ ആകും ഞാൻ എന്ന് കരുതിയോ നീ? പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി. കണ്ണുകളിൽ ചുവപ്പ് പടർന്നു. ഇല്ല ഇല്ല ചായ, പക്ഷേ എൻ്റെ ഉള്ളിൽ എപ്പോഴും കടിച്ചു കയറാൻ വരുന്ന അവൻ്റെ മുഖം. എൻ്റെ ചേച്ചി പാവം. എന്നെ അവനിൽ നിന്നും രക്ഷിക്കാൻ കുറെ അടി വാങ്ങി നിറവയറിൽ. ഇരു കൈകളും കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് കരയുന്ന അവളെ കണ്ടപ്പോൾ സഹതാപം തോന്നിയവന്. ചന്ദന, പ്ലീസ്, ആരെങ്കിലും കേൾക്കും, കരയാതെ. അവളുടെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു അവൻ. അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് വിതുമ്പി അവളെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു അവൻ. അവനെപ്പോലെ പെണ്ണിനെ കണ്ടാൽ കടിച്ചു കയറാൻ നിൽക്കുന്നവരാണ് എല്ലാ ആണുങ്ങളും എന്ന് കരുതരുത് നീ. അവനെപ്പോലെ 1-2 ജന്മങ്ങളുണ്ടാകാം, പക്ഷെ ജീവിതകാലം മുഴുവനും അതോർത്ത് കരയാനാണോ നിന്റെ ഭാവം? അവൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ച മുഖം ഒരു കൈ കൊണ്ട് പിടിച്ചുയർത്തി ചോദിച്ചു അവൻ. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ അവൾ അവനെ നോക്കി. ഇച്ചായ, എനിക്ക് കുറച്ചുകൂടെ സമയം. അവളെ തേങ്ങൽ ഉയർന്നു. ശരി, നീ വിഷമിക്കണ്ട, കിടന്നു. ചന്ദ്രൻ മുഖം അമർത്തി തുളച്ചുകൊണ്ട് കിടന്നു. അവളെ ഇന്ന് നോക്കിക്കൊണ്ട് അവനും കിടന്നു. ഇരുവരുടെയും ഹൃദയമിടിവ് മാത്രം ഉയർന്ന് കേൾക്കാം. ആലോഷി പതിയെ കണ്ണുകളടച്ചു. ചന്ദന അവനെ തന്നെ നോക്കി കിടന്നു. ശാന്തമായി ഉറങ്ങുന്ന അവനെ കാണുന്തോറും അവൾക്ക് നെഞ്ചിലൊരു പിടച്ചിൽ തോന്നി. തരം കിട്ടിയാൽ കടിച്ചു കയറാൻ നോക്കുന്ന ചെന്നായ കൂട്ടങ്ങളാണ് ചുറ്റും. അവരിൽ നിന്നും വ്യത്യസ്തനായ ഒരാൾ. ചന്ദന പതിയെ കൈകുത്തി ഒന്നുയർന്നവൻ്റെ നെറ്റിയിൽ അവളുടെ അതരം പതിപ്പിച്ചു. പതി അവൻ്റെ നെഞ്ചിൽ വെച്ച വലതുകാരം എടുത്ത് കുറച്ച് മാറ്റിവെച്ച് അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് കിടന്നു. ഒരു വശത്തേക്ക് തല ചേരിച്ച് വെച്ച് കിടക്കുന്ന അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ് ചിരി അവൾ കണ്ടില്ല.